This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman. ഗ്രീൻ ബുക്സിൻ്റെ എഡിറ്റർ എൻ്റെ പ്രിയപ്പെട്ട ശോഭ ചേച്ചി ഡോക്ടർ വി ശോഭ ജാനകി ചേച്ചിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ്. എൻ്റെ പുസ്തകത്തിൻ്റെ പേര് മാന്ത്രിക കുതിര എന്നാണ്. പക്ഷേ ഈ മാന്ത്രിക കുതിര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സാണ്, അല്ലാതെ കുതിര എന്ന് പറയുന്ന ആ മൃഗമില്ല. മനുഷ്യൻ്റെ മനസ്സ് എന്നും ചലിച്ചുകൊണ്ടേയിരിക്കും, ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക്. അതൊരു സ്ഥിരമായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. ഒന്ന് അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, കുതിര ഒരിക്കലും കിടന്നിട്ട് ഉറങ്ങില്ല. ഉറങ്ങുമ്പോൾ പോലും കുതിരയുടെ കാല് പിറകിലത്തെ രണ്ട് കാല് മടക്കി വെച്ചിട്ടുണ്ടാവുക. അതുപോലെ നമ്മുടെ മനസ്സും ഒരിക്കലും നമ്മൾ ഉറങ്ങിയാൽ പോലും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടാവും. നമ്മുടെ എത്ര ശാരീരിക അവസ്ഥ, നമ്മൾ തളർന്നു പോയ അവസ്ഥ ഉണ്ടായാലും മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചെഴുന്നേറ്റ് വരാനാവും. അതുപോലെ തന്നെയാണ് കുതിര. അതുപോലെ തന്നെ കുതിര കിടന്നു ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുതിരനെ ഒന്നും കൊള്ളില്ല. അതുപോലെ മനുഷ്യൻ്റെ മനസ്സ് എത്ര പ്രതിസന്ധി വന്നാലും മനുഷ്യൻ്റെ മനസ്സ് ഒരിക്കലും തളരാൻ പാടില്ല. മനുഷ്യൻ്റെ മനസ്സ് തളർന്നു പോയി കഴിഞ്ഞാൽ എത്ര ആരോഗ്യമാണ് നിന്നു. അതാണ് ഈ പുസ്തകത്തിൽ മാന്ത്രിക കുതിര എന്നൊരു പേരിട്ട് പുസ്തകമാണത്. ഇത് പ്രവാസ ജീവിതത്തിൻ്റെ കഥ പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ ഇതിൽ പറയുന്നത് വിക്രം സാരാഭായ് പറയുന്നത്, ഫസ്റ്റ് സ്പേസ് അറ്റംപ്റ്റ് ഫെയിലിയർ ആയപ്പോൾ വിക്രം സാരാഭായ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫെയിലിയർ, ഇറ്റ് ഈസ് ലേണിംഗ് പ്രോസസ്സിങ്. കാരണം പരാജയത്തിനെ പറയുന്നത് ലേണിംഗ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രപതിയായ കലാംജിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫെയിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. പക്ഷേ അവർ രണ്ടുപേരും പറഞ്ഞത് ഒഫീഷ്യലായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, എന്നോട് പലരും അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്തപ്പോൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ലൈഫിൽ ഒരു ഫെയിലിയർ വന്നു പറയുന്നത് നമ്മൾ അതിൽ റിക്കവർ ആവും, നമ്മുടെ മനസ്സിൽ ശക്തി ഉണ്ടെങ്കിൽ. പക്ഷേ ഒരു ഷേഡോ പോലെ അത് പലരും ജീവിതത്തിൻ്റെ ലാസ്റ്റ് വരെ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള പലരും അത് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിലും ആ രീതിയിൽ തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ കഥ എഴുതിയിട്ടുള്ളത്. പക്ഷെ അവർ തളരുന്നില്ല, അവർ ഓരോരോ ഘട്ടത്തിലും റിക്കവർ ആകുന്നു. നിർമ്മല എന്ന് പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിൻ്റെ കഥയാണ്. ഇനി പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ്. ശോഭേച്ചി നിന്ന് ബഷീറിക്കാണ് പുസ്തകം ഏറ്റുവാങ്ങുക. അടുത്തായി രണ്ടു ഭാഗം സംസാരിക്കുന്നതിനായി സുഭാഷ് സാറിന്റെ. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഒരുപാട് സമയം വഴിക്കും ആൾക്കാർക്ക് അവധിക്കുന്നതെന്നൊന്നും കുറച്ച് പറയുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ഓരോരുത്തർക്കും ഒരു സമയം അലോക്കേറ്റ് ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിലുള്ള പൊതുവെ ഒരു പ്രശ്നമുണ്ട്, സമയത്തിൻ്റെ വില അറിയില്ല. ഞാനിവിടെ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരാഴ്ച ഒരു ട്രെയിനിങ്, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് തന്നെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സമയത്തിൻ്റെ വില മനസ്സിലാക്കാത്തതുകൊണ്ട് ആൾക്കാർക്ക് പിന്തുലേഖനം വലിയ ടെൻഷനായി സമയം കഴിഞ്ഞു കൊടുക്കുന്നത്.
സോറി, ഇങ്ങനൊരു കാര്യം ആരും തന്നെ പറയേണ്ടതെന്ന് ക്ഷമിക്കണം. പുസ്തകത്തിനെ കുറിച്ചെല്ലാം അവർ തന്നെ കഥാകൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പറയാൻ വേറെ ആൾക്കാരിൽ ഞാൻ പതിനൊന്നും കിടക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഒരു ബുക്ക് ഞങ്ങളായി ചെയ്തിരുന്നു. ഈ വർഷം നമ്മൾ തന്നെ അങ്ങോട്ട് പറഞ്ഞിരുന്നത് പുസ്തകം ഇന്ദുലേഖയുടെ ഗ്രീൻ ബുക്സിന് വേണമെന്ന്. അത് പ്രകാരം പുസ്തകം ഉണ്ടായി. ആ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങുകൾ നടക്കുന്നുണ്ട്. എല്ലാവരും പുസ്തകം വാങ്ങണം, വായിക്കണം. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഷാർജയിലെ ഈ അക്ഷരം പൂക്കുന്ന ഈ കാടിൻ്റെ തണലിൽ ഇത്തിരി കണ്ണീരിൻ്റെ നനവോടെ മാത്രം പറയാൻ കഴിയുന്ന, അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ഇന്ദു ചേച്ചിയുടെ ഇന്ദുലേഖയുടെ മാന്ത്രിക കുതിര എന്ന പുസ്തകം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. വളരെ കുഞ്ഞുനാളിലെ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയ, ഇരുട്ടിലൂടെ ജീവിതത്തെ അതിരറ്റ് പ്രണയിച്ച് ജീവിതാവസ്ഥകൾ തരുന്ന എല്ലാ കനൽപ്പെരുക്കങ്ങളെയും ക്ഷമിച്ചും പൊറുത്തും ത്യാഗനിറവോടെ ജീവിതം അത്രമേൽ മനോഹരമാണ്, ജീവിതം അത്രമേൽ സൗന്ദര്യമുള്ളതാണ്, അത് ക്ഷമിച്ച് പൊറുത്ത് മറുകര തേടുക എന്ന ഏറ്റവും ഒരു മാന്ത്രിക കുതിരയുടെ ഇച്ഛാശക്തിയുടെ ആത്മസമർപ്പണം കൊണ്ട് ഒറ്റയ്ക്ക് ഈ ഭൂമുഖത്ത് കൂടെ തൻ്റെ കാലടിയാളം പതിഞ്ഞു പോകണേ എന്ന അല്ലെ ഒരു 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 പൂമ്പാറ്റയുടെ ആയുസ് ഒറ്റ ദിവസമാണ്. പക്ഷേ അതൊരു വിഷാദത്തോടെ ഏതെങ്കിലും ഒരു ഇലപ്പടർപ്പിൽ ഇരുന്നിട്ട് ജീവിതത്തെ ശപിക്കുകയല്ല ചെയ്യുക. മറിച്ച് അതിൻ്റെ ഏറ്റവും സൗന്ദര്യമുള്ള ചിറകുകൾ കൊണ്ട് ഈ ഭൂമിയുടെ അസൗന്ദര്യങ്ങൾ മുഴുക്കെ എൻ്റെ ഈ ചിറകുകൾ കൊണ്ട് മാറ്റി തീർത്തേക്കാം എന്ന ഒരു ജന്മദൗത്യം പോലെ അത് കഴിഞ്ഞ് അങ്ങനെ പാറി പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് സമയം കൊണ്ട് അത് മരണത്തിലേക്ക് ഇങ്ങനെ പിടഞ്ഞു പോവും. അത് അറിയുന്ന ആള് തന്നെയാണ് ഇന്ദുലേഖ. ജീവിതം അത്രമേ ചെറുതാണ് എന്നും ജീവിതം മുഴുക്കെ ഇരുട്ടിലൂടെ അതിൻ്റെ ആഴമേറിയ കടലിടുക്കിലൂടെ നീന്തി തുടിക്കുമ്പോഴും ഒരു വെളിച്ചത്തിന്റെ പ്രതീക്ഷയുടെ ഒരു തുറന്ന ആകാശത്തെ നിവർത്തിയിടുകയും ജീവിച്ചിരിക്കുന്ന എല്ലാ അർത്ഥത്തിലും എല്ലാം ലഭിച്ച മനുഷ്യർക്ക് ഒന്ന് അവനവനെ കഴുകി തുടച്ച് വൃത്തിയാക്കാൻ ഉതകുന്ന ഒരു ജീവിതത്തെയാണ് ഈ അക്ഷരങ്ങളിലൂടെ അവർക്ക് എഴുതാൻ കഴിയില്ല. എഴുതാൻ അറിയാം, പക്ഷെ ഒരാൾ കേട്ടെഴുതുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അക്ഷരങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിന് ഒരു പുതുജീവൻ നൽകുന്ന ഒരു വലിയ ജീവിതത്തിന്റെ തെളിച്ചവും വെളിച്ചവുമാണ് ഷാർജയുടെ ഹൃദയമുറ്റത്ത് ഏറ്റവും അഭിമാനത്തോടെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പും അത് അവരുടെ പുസ്തകങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജീവിതത്തെ ഏതെങ്കിലും ഒരു വിഷാദത്തിന്റെ കടലിടുക്കിൽ കൊണ്ടുപോയി തള്ളാനുള്ളതല്ല. അവസാന ശ്വാസം വരെ, മരണം വന്ന് കൊല്ലുന്നത് വരെ എന്റെ വിരൽത്തുമ്പിൽ നിന്ന് പ്രചോദനത്തിന്റെയും പ്രകാശത്തിന്റെയും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് മറ്റു മനുഷ്യർക്ക്, ഇനി വരുന്ന മനുഷ്യർക്ക് പോലും ഞാനൊരു പാഠപുസ്തകവുമാണ് എന്ന അർത്ഥത്തിൽ എഴുതുക മാത്രമല്ല ജോലി കഴിഞ്ഞ്, അവർക്ക് കുട്ടികളില്ല, ജോലി കഴിഞ്ഞ് ബന്ധപ്പെട്ട് ഒരു മനുഷ്യന്റെ വിരലിൽ തൂങ്ങിയിട്ട് ആ മനുഷ്യനും അത്രമേൽ ഊർജ്ജസ്വലമായിട്ടല്ല ആരോഗ്യം, എന്നിട്ട് പോലും ആ വിരലിൽ തൂങ്ങിയിട്ട് ജോലി കഴിഞ്ഞിട്ട് രണ്ടുപേരും സ്വന്തമായിട്ടൊരു ചെറിയ ബിസിനസ് നടത്തുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുമെന്നറിയോ നിങ്ങൾ? അത് കേൾക്കുമ്പോഴാണ് ഈ ജീവിതത്തിന്റെ മഹത്വം എത്രമേൽ വലുത് എന്ന് നാം അറിയുക. കുറെ തൊട്ടടുത്ത് കാണുന്ന ഒരു ഹോട്ടലിൽ നിന്ന് കുറെ മനുഷ്യർക്ക് ഭക്ഷണം വാങ്ങിക്കും. എന്നിട്ടോ സ്വന്തം ആ വിരലിൽ തൂങ്ങി ആ കൈകളിൽ ഭക്ഷണം ചുമട് പോലെ എടുത്തിട്ട് ലേബർ ക്യാമ്പുകളിൽ പട്ടിണി കിടന്ന് നരകിക്കുന്ന മനുഷ്യർക്കരികിലേക്ക് ചെന്നിട്ട് അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം വിതരണം ചെയ്യും. എങ്ങനെയാണ് ഒരു ജന്മം, അനേകായിരം ജന്മങ്ങളുടെ സുഹൃത്തുക്കളുടെ തെളിച്ചമുള്ള വെളിച്ചമായി തീരുന്നത് എന്നും ഒരു ഇത്തിരി പോകുന്ന ജീവിതം കൊണ്ട് എങ്ങനെയാണ് അനേക ജന്മങ്ങളിലേക്ക് ഒഴുകി പരക്കുന്ന നന്മയുടെയും മനുഷ്യത്വത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും ഉദാത്തമായ വെളിച്ചമായി പരിലസിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഈ അവശതകൾക്കിടയിലും ഈ ജീവിതം എങ്ങനെയാണ് കത്തിജ്വലിച്ചിട്ട് ഒരു വലിയ പ്രകാശത്തിന്റെ വിസ്മയമായി തീരുന്നത് എന്ന് നാം പറയുന്നു. ഈ അനുഭവങ്ങളുടെ ഒരുപാട് ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ്.
അതുകൊണ്ടാണ് ഒന്ന് എല്ലാ വാക്കുകളുടെ അരികിലും എൻ്റെ കണ്ണുനീരിൻ്റെ ഉപ്പുരസം നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയുന്നത്. എത്രമേൽ വേദനകളുടെയും ദുഃഖങ്ങളുടെയും ഒറ്റപ്പെടലുകളുടെയും ദുരിതങ്ങളുടെയും നിയമക്കുരുക്കുകൾക്കിടയിലും ഒക്കെ സഞ്ചരിക്കുമ്പോഴും ഒരു നിലാവട്ടം പോലെ ഒരു ഇളം ചിരിയോടെ ജീവിതത്തെ ഇത്രമേൽ അതിരറ്റ് പ്രണയിച്ച ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ദൈവം ഇരുട്ടാണ് സമ്മാനിച്ചത് ഇന്ദു ചേച്ചിക്ക്. പക്ഷെ ഒരിക്കൽ പോലും ആ വാക്കുകളിൽ വിധിയെ ശപിക്കുന്നൊരു വാക്കില്ല, മറിച്ച് ഒരു പ്രതീക്ഷയുടെ തുരുത്തിലേക്ക് നമ്മെ ചേർത്ത് നടത്തിച്ചു കൊണ്ടുപോകുന്ന ഒരു വലിയ തെളിച്ചവും വെളിച്ചവുമാണ്. പ്രിയപ്പെട്ടവരെ, വലിയ അർത്ഥത്തിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ജന്മത്തിൽ നമ്മുടെ കണ്ണുകൾ തൊട്ട് നമുക്ക് അഭിമാനത്തോട് പറയാൻ കഴിയും, ഇന്ദു ചേച്ചി എന്ന ഒരു വെളിച്ചത്തെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് നമ്മുടെയൊക്കെ ജന്മസുഹൃത്തുക്കളിൽ ഒന്നാണ്. ഇതൊരു വാക്കിന്റെ പെരുത്തമായിട്ട് നിങ്ങൾ എടുത്തേക്കല്ലേ. എല്ലാ അവശതകൾക്കിടയിലും, എല്ലാ ആവലാതികൾക്കിടയിലും, എല്ലാ വേദനകൾക്കിടയിലും ജീവിതത്തെ, അക്ഷരങ്ങളെ, പുസ്തകങ്ങളെ, വായനയെ, സൗഹൃദങ്ങളുടെ സൗഭഗത്തെ അത്രമേൽ ഹൃദയവിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളുടെ സാന്നിധ്യം കൊണ്ട് ഇന്നത്തെ രാത്രി ഷാർജ ബുക്ക് ഫെയർ അത്രമേൽ അഭിമാനപൂരിതമായിരിക്കുന്നു എന്ന് അഭിമാനത്തോടെ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി പറയുകയാണ്. എവിടെയാണ് അശരണരായ മനുഷ്യരുള്ളത്, എവിടെയാണ് വിശക്കുന്ന മനുഷ്യരുള്ളത്, അവർക്കരികിലേക്ക് വേണമെങ്കിൽ അത് കൊടുത്തയക്കാം. മറിച്ച് തൻ്റെ ഈ കൈകളിൽ തന്നെ അത് എടുത്തിട്ടാണ് ഈ ഭക്ഷണവുമായിട്ട് പോകുന്നത്. അതേപോലെ ധീരസാഹസികതയുടെ ഒരാളെ കുറിച്ചുകൂടെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്രമേൽ ചെറുതായ ആരോഗ്യം കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരാളെ അത്രയൊന്നും ഉഷാറല്ലാത്ത ഒരു മനുഷ്യൻ ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് ഈ ലേബർ ക്യാമ്പുകളിലൊക്കെ കൊണ്ടുപോകുന്നത്. ആർക്കാണ്? പാകിസ്ഥാനികളും ബംഗാളികളും ഒക്കെ ഇവരുടെ ഭക്ഷണവും കാത്തിരിക്കും, അവർക്ക് കൊടുക്കും. എന്നിട്ട് രണ്ടുപേരും തിരിച്ചു വന്ന് വീട്ടിലെത്തുമ്പോഴേക്കും പക്ഷെ അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ടാവും. ആ പുണ്യം ഒരു മടുപ്പേതുമില്ലാതെ ഈ ഇന്ദുലേഖ എന്ന ഈ വെളിച്ചത്തെയും തൂക്കി നടക്കുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്. ഒരു ആകാശത്തിന്റെ വിസ്തൃതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്രമേൽ വിസ്തൃതിയുള്ള ഒരു മനുഷ്യന്റെ ത്യാഗത്തിന്റെ, സഹനത്തിന്റെ, ക്ഷമയുടെ, സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ ഒരു വലിയ അഭംഗുരമായ ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരു വലിയ മനുഷ്യൻ. അത് അദ്ദേഹത്തിന്റെ ഇന്ദുലേഖയുടെ പ്രിയതമൻ മുരളിയേട്ടനാണ്. മുരളിയേട്ടൻ എഴുന്നേറ്റ് നിന്നാൽ നിങ്ങൾക്ക് ആ മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല. ഇവര് രണ്ടുപേരും എങ്ങനെയാണ് നമുക്ക് വലിയ അർത്ഥത്തിലുള്ള മാതൃകയാവുന്നത് എന്ന്. രാവിലെ ഇറങ്ങിയാൽ ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ല രണ്ടുപേർക്കും, പിന്നീട് വൈകുന്നേരം എപ്പോഴെങ്കിലും എന്തെങ്കിലും കഴിച്ചാലായി. പക്ഷേ എൻ്റെ വിശപ്പല്ല വിശപ്പ് എന്നും, എൻ്റെ വിശപ്പിനേക്കാളും വലുത് എന്നെ കാത്തിരിക്കുന്ന മനുഷ്യരുടെ വിശപ്പാണ് എന്ന ഒരു ബോധ്യം എപ്പോഴും ഉണർന്നിരിക്കുന്ന, ഒരിക്കൽ പോലും കെട്ടുപോവാത്ത ആ മാനുഷികതയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും മാനവികതയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും ഉദാത്തമായ വെളിച്ചങ്ങളാണ് ഇവർ രണ്ടുപേരും. ആ അർത്ഥത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ രണ്ട് മനുഷ്യരും നമ്മുടെ അകത്തെ നമുക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കാനുള്ള ഒരു വലിയ ഉദാഹരണമായി തീരുന്നു. ഗ്രീൻ ബുക്സ് ആണ് ഇവരുടെ ഈ പുസ്തകം. ഞാൻ രണ്ടുപേരോടും, സുഭാഷ് സാറോടും ശോഭേച്ചയോടും ഇവരുടെ എഴുതുന്ന അതൊക്കെ എന്തുമാത്രം സാഹസമാണ് ഗിരീച്ചി. കേട്ട് എഴുതുകയും അതിൽ അകത്തൊക്കെയുള്ള കാൽപ്പനിക ബിംബങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സൂക്ഷ്മദൃക്ക്. രണ്ട് കണ്ണിന്റെ കാഴ്ചയാണ് എനിക്കില്ലെങ്കിൽ പോലും പരമശിവന്റെ മൂന്നാം കണ്ണ് പോലെ, തൃക്കണ്ണ് പോലെ എനിക്ക് ഭൂമിയിലെ മനുഷ്യരുടെ എല്ലാ രോദനങ്ങളും നിലവിളികളും ആഹ്ലാദപ്പെരുമങ്ങളും കേൾക്കാനും കാണാനും കഴിയുന്നുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു പുസ്തകം, ഒരു മാന്ത്രിക പുസ്തകം, അവിസ്മരണീയമായ വായനയുടെ അനുഭവം തരുന്ന പുസ്തകം. അതിന് പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ആ പുസ്തകം വാങ്ങണം. അതൊരു പ്രാർത്ഥനയാണ്. ഇന്ദുലേഖ എന്ന ഒരു മാന്ത്രിക ജനുസിന്റെ പ്രാർത്ഥന, അവരോടുള്ള പ്രാർത്ഥന. തീർച്ചയായും നിറഞ്ഞ കയ്യടി അവർക്ക് കേൾക്കാൻ കഴിയും. എത്രമേൽ വെളിച്ചമായിട്ടാണ് അവർ ഞങ്ങൾക്കൊക്കെ സ്നേഹം പകർന്നു നൽകുന്നത് എന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ സാധ്യമാവൂ അറിയാൻ. ഇന്ദു ചേച്ചി സംസാരിക്കും. ഇന്ദു ചേച്ചി ഒരു വാക്കുകൊണ്ട് ഇന്ദു ചേച്ചിയിലേക്ക് പോകാൻ നമുക്ക് ഞാനത് പറയട്ടെ. ഇന്ദുവിൻ്റെ പുസ്തകത്തിൽ ആദ്യം തന്നെ ആശംസ പറയാണ്.
പിന്നെ ഇന്ദു ഈ ബഷീർ പറഞ്ഞ പോലെ കുറച്ച് നേരം ഇന്ദുവിൻ്റെ അടുത്ത് ഇരുന്നാൽ നമ്മൾ സ്ത്രീകൾ എന്തൊക്കെയോ പഠിക്കാനുണ്ട്. ഒരു ദിവസം ഇന്ദു വീട്ടിലേക്ക് വന്നു. ഞാൻ മോനട്ടിൻ്റെ അടുത്ത് പറഞ്ഞു ഭക്ഷണം അറേഞ്ച് ചെയ്യണം. പിന്നെ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ യാത്രയിലുമായിരുന്നു. പിന്നെ ആ സമയത്ത് വീട്ടിലേക്ക് വരായിരുന്നു. പുറത്തുനിന്ന് സുനീസ് കിച്ചണിൽ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നു. എന്നെ ആകെ നാണക്കേടാക്കി കൊണ്ടു ഇന്ദു 2 പാത്രത്തിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരായിരുന്നു അല്ലായിരുന്നു. പിന്നെ അതുപോലെ പായസം. അതിനുശേഷം എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഇന്ദു വരുന്നു പറഞ്ഞാൽ എനിക്കൊരു എന്താ വെച്ചാൽ എൻ്റെ കൈകൾ കൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ഉണ്ടാക്കി ഇന്ദുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് ഇന്ദുവിൻ്റെ ആ ഒരു എന്താ പറയുക കുറച്ച് നേരം ഇരുന്നാൽ അതേ ചുരുക്കി പറയാന് കുറേ പറയാനുണ്ട് അവളെ പറ്റി. അതുപോലെ മുരളീനെ പറ്റി ഞാൻ പറയാണ്. മുരളീനെ ഞാൻ വിളിക്കുന്നത് അതായത് ഇന്ദുവിന് ഒരു റെഡിമെയ്ഡ് സൽവാർ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ടൈറ്റ് ഇട്ട് കൊടുക്കുന്നത് വീട്ടിൽ വന്ന സമയത്ത്. അങ്ങനെ കല്യാൺ സിൽസിലയിൽ പോയി അതൊന്ന് മാറ്റാൻ നോക്കുമ്പോൾ എത്ര സമയമാണ് മുരളി ആ മെറ്റീരിയൽ നോക്കുന്നത്, ആ നിറം നോക്കുന്നത്, അതായത് ഇന്ദുവിൻ്റെ മേത്ത് വെച്ച് കൊടുക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ മറ്റാണെങ്കിൽ ഇവരെല്ലാം ആണ് ശരിയായ സന്തുഷ്ട കുടുംബം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഷാർജയിലേക്ക് വരുന്നത്. എൻ്റെ കുട്ടിൻ്റെ ഇവിടെ റഷ്യ. ഷാർജയിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് എങ്കിൽ തന്നെ ഇന്ദുലേഖ എന്നെ വിളിക്കാറുണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയുക എന്ന് എനിക്കറിയില്ല. ഇന്ദുലേഖ എന്ന് വിളിക്കുമ്പോഴേക്കും ശോഭേച്ചയല്ലേ എന്നൊരു മറു ചോദ്യമാണ് എനിക്ക് കേട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ആദ്യം ഇങ്ങനെ എനിക്കറിയായിരുന്നു ഇങ്ങനെയാണ് ഇന്ദുവിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ച് പിടയാറുണ്ട്. കാരണം ഇന്ദുവിനോട് എന്താണ് ഞാൻ പറയുക, എങ്ങനെ പറഞ്ഞാലാണ് മനസ്സിലാവുക. പക്ഷേ എത്ര വേഗമാണ് ഇന്ദു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും അതിനനുസരിച്ച് എന്നോട് സംസാരിക്കുന്നതും. ഓരോ ലൈൻ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ മതിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശോഭിച്ചിട്ട് ഇഷ്ടം പോലെ ചെയ്താൽ മതി, ശോഭിച്ച് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുകയാണ് നമ്മൾ, കേൾക്കുക മാത്രമാണ്. ഞാൻ എന്തൊന്നും കണ്ടിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഷാർജയിലേക്ക് വരാനുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനെ ഇത്രയും വലിയ മനസ്സുള്ള ബഷീർക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വക സംഗതികളൊക്കെ അറിയുന്നത്. കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്, സ്ത്രീ ശക്തിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സദാ എല്ലാ കാര്യങ്ങളും എന്നെ ഇന്ദു അറിയിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം അത്രമേൽ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇത് ഞാൻ എല്ലാവരോടും ഞാൻ സ്നേഹം അറിയിക്കുന്നു. നോവൽ ഇന്ദു പറഞ്ഞു, അത് ഇന്ദുവിൻ്റെ സങ്കല്പമാണ്. സ്നേഹവർണ്ണങ്ങൾ എഴുതുമ്പോൾ അവരുടെ വീട് കണ്ണൂര് ആ പ്രദേശങ്ങളാണെങ്കിൽ മാന്ത്രേ കുതിരയിൽ പ്രവാസ ജീവിതമാണ്. പ്രവാസ ജീവിതം ഒരു സ്ത്രീയുടെ ജീവിതം, സ്ത്രീയുടെ കണ്ണിലൂടെ കാണുകയാണ് ഇത് ചെയ്യുന്നത്. നിർമ്മൽ ആൻറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി, അനാമിക എന്ന് പറയുന്ന 2 പേർ. ഈ 2 പേരുടെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ നോവൽ വായിച്ചാൽ ഇവിടെയുള്ള കോഫി ഷോപ്പ് മനസ്സിലാവും, ഇവിടെയുള്ള ഭക്ഷണശാലകൾ, സ്ഥലങ്ങൾ, വഴികൾ ഇതൊക്കെ മനസ്സിലാവും. അപ്പം ഇന്ന് പറഞ്ഞു ഇതിലുള്ള നോവലിലുള്ള ഒരു സ്ഥലം ഞാൻ താമസിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. ഇതൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ അനാമിക ഈ പ്രവാസം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്കറിയാം എന്താണ് പ്രവാസം എന്നുള്ളതും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സ്ത്രീ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവിടേക്ക് വരികയും വീടിനെയും നാടിനെയും അല്ലെങ്കിൽ അവിടെയുള്ള റിലേറ്റീവ്സിനെയൊക്കെ വളരെ ഉന്നതിയിൽ എത്തിക്കുകയും അവരൊക്കെ വളരുകയും ഭാവിയിലേക്ക് ഒറ്റപ്പെടുകയും ചെയ്യാണ്. അവരെന്നിട്ട് ഇങ്ങനെ അന്വേഷിക്കുകയാണ്, എനിക്ക് എവിടെയാണ് ഒരു സ്ഥലം കിട്ടുന്നത്, എനിക്ക് താമസിക്കാനൊരു സ്ഥലമില്ലല്ലോ. വീടൊക്കെ നാട്ടിലെ പണം അയച്ചിട്ട് കോടീശ്വരന്മാരായി മാറി, ബ്രദേഴ്സൊക്കെ വലിയ ആളുകളായി. പക്ഷേ ഈ പെൺകുട്ടി നമ്മളായി ഒറ്റപ്പെട്ടു, ആരും ഇല്ലാതായി, സങ്കടമായി. പക്ഷേ
ഇതിൽ അവസാനം ഈ അനാമിക പറയുന്നത് എല്ലാം ശരിയാവും ചേച്ചി, ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ആ യാത്രയാണ് അല്ലെങ്കിൽ അതിജീവിക്കാനുള്ള ശക്തിയാണ് ഇന്ദുവിനെ പോലെ തന്നെ ഈ കഥാപാത്രവും നമുക്ക് നൽകുന്നത്. അപ്പോൾ തൻ്റെ ജീവിതം തന്നെയാണ് ഇന്ദു ഇവിടെ പകർത്തുന്നത് എന്നതാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ദുവിൻ്റെ ജീവിതം എങ്ങനെയാണോ വഴികളിലൂടെ കടന്നു പോകുന്നത്, ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും തന്നെ അവിടെ പറയുന്നില്ല. രണ്ടുപേരും ഹോട്ടലിൽ അന്വേഷണം നടക്കുന്നു, അവർ ജീവിതം വലുതാക്കുന്നു, കുടുംബം വലുതാക്കുന്നു. പക്ഷേ ഞാനിവിടെ ഒറ്റപ്പെടുമ്പോഴും ഈ അനാമിക ആശ്വസിക്കുകയാണ്, ഇതൊന്നുമല്ല ജീവിതം, ഇതിനേക്കാൾ വലിയൊരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്താണ് അവിടെ ഇന്ദുവിനെ പ്ലേസ് ചെയ്യുന്നത്. ഇന്ദുവിൻ്റെ സഹന ജീവിതമൊന്നുമില്ല. ഇന്ന് വളരെ ഹാപ്പിയാണെന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. എന്നോട് ഓരോ പ്രാവശ്യം സംസാരിക്കുമ്പോഴും വളരെ സന്തോഷമാണ്. എപ്പോഴും സന്തോഷമുള്ള കണ്ണുകളാണ് ഇന്ദുവിനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അതിൽ ഞാൻ വിഷമമോ ദുഃഖമോ കണ്ടിട്ടില്ല. അതൊരു ശക്തിയുടെ പ്രതീകം തന്നെയാണ്. നമ്മൾ പറയുന്ന വളരെ ശക്തിയുള്ള മാനസിക ശക്തിയുള്ള ഒരു കുട്ടിയാണ് ഇന്ദു എന്ന് എനിക്ക് പറയുന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷം. എല്ലാവർക്കും സ്നേഹം അറിയിക്കുന്നു. ഗ്രീൻ ബുക്സിന് ഇങ്ങനെ ഒരു പുസ്തകം, 2 പുസ്തകം ഇന്ദുവിൻ്റെ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ബുക്സിന് ഇങ്ങനെ ഒരു പുസ്തകം ചെയ്യാൻ ഇന്ദു സമ്മതിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഗ്രീൻ ബുക്സിൻ്റെയും ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ പുസ്തകത്തിൻ്റെ റോയൽറ്റി പൈസ കിട്ടിയപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇന്ത്യ വെച്ച് പറഞ്ഞത്, ഞാനും സെക്രട്ടറി നെരിക്കുടിയും നിസാറൊക്കെ ഒരു വളണ്ടിയറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അനാഥ മന്ദിരം ഇവിടെ കോഴിക്കോട് നെരിക്കുടിയും, ആ പൈസ എത്രയും പെട്ടെന്ന് അവിടുത്തെ ആരോരുമില്ലാത്ത മനുഷ്യർക്ക് എത്തിക്കണമെന്നാണ്. അത് എത്തിക്കുകയും ചെയ്തു ഒറ്റ ദിവസം കൊണ്ട്. പിന്നെ എഴുത്തുകാരി മാത്രമല്ല, പത്രപ്രവർത്തകയായിരുന്നു, അധ്യാപികയായിരുന്നു. ജീവിതത്തിൻ്റെ ഏതൊക്കെ ഇടവഴിയിലൂടെയാണ് ഈ ഇരുട്ടിലൂടെ സഞ്ചരിച്ച് ഈ വെളിച്ചം ഇന്ന് എത്തി നിൽക്കുന്നത് എന്നത് ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. ഇതിൽ 2 മിനിറ്റ് കൊണ്ട് ഒരു ജീവിതായുസ് മുഴുവൻ അനുഭവിച്ച തീവ്രത വാക്കുകളിൽ വരച്ച് നമുക്കത് ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ ബഷീരിക്ക, ശോഭേച്ചി എല്ലാവരും പുസ്തകം, ബഷീരിക്ക എന്നെക്കുറിച്ച് പറഞ്ഞു, ശോഭേച്ചി പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഇക്ക പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാമെന്ന്, ഞാൻ ഈ ഫുഡ് കൊടുക്കുന്നത് ഒരിക്കലും എല്ലാവരും ഒരു മാർക്കറ്റിങ്ങോ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടുമല്ല. അത് കൂടുതൽ ആളുകൾ, ഞാൻ സാധാരണ ഞാൻ അതാണ് കൂടുതൽ ആളോട് പറയുന്നത്. ഒരു വീട്ടിൽ ഒരാൾ പെട്ടെന്ന് കയറി വന്നാൽ നമുക്ക് ഒരാൾക്ക് ഒരു ദിവസം ഒരു ഭക്ഷണം കൊടുക്കാൻ പറ്റും. പക്ഷേ നമുക്കൊരു മാസം 30 ദിവസം കൊടുക്കുമ്പോഴേ എക്സ്പെൻസ് വരുള്ളൂ. ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കുന്നത് ഇവിടെ മാത്രമല്ല, ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് നേരിട്ട് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് ഒരു മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഓരോരാളും വിശക്കുന്ന ആർക്കും ഭക്ഷണം കൊടുക്കാം. അത് എല്ലാവർക്കും ചെയ്യും. നമ്മൾ എത്രയോ ഫുഡ് വേസ്റ്റായി കളയുന്നുണ്ട്, പൈസയും വേസ്റ്റായി കളയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ ഫുഡ് കൊടുക്കണം റിക്വസ്റ്റ്. അത് എല്ലാവരും വിചാരിക്കും ഗ്രൂപ്പെല്ലാം ഉണ്ടെങ്കിലും കുറേ ആളുണ്ടെങ്കിലും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതാണ് ഒരു കാര്യം. പിന്നെ എൻ്റെ അമ്മ എന്നും പറയും, അവരവരുടെ അത്യാവശ്യങ്ങളോടൊപ്പം അവരുടെ ആവശ്യങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ അത്യാവശ്യം കണ്ടറിയണം. എനിക്ക് ഒരുപാട് പൈസയോടല്ല, പക്ഷെ എൻ്റെ ആവശ്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ അത്യാവശ്യങ്ങളും ചെയ്യും. അമ്മ പഠിപ്പിച്ചത് തന്നെയാണ് മറ്റുള്ളവർക്ക് മോളെ പറഞ്ഞിട്ട് മറ്റാരും വിശന്നിരിക്കാൻ പാടില്ല, അങ്ങനെ ഞാൻ ഭക്ഷണം കൊടുക്കാൻ വെച്ചത്. അതുപോലെ എൻ്റെ അമ്മ പറഞ്ഞത് പ്രകാരം തന്നെയാണ് ഞാൻ ഫുഡ് കൊടുക്കുന്നത് മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ. ഞാൻ ചെറിയ തോതിൽ ഇങ്ങനെ വിവാഹത്തിൽ പെൺകുട്ടികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളൊക്കെ എല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ വീടിന് വേണ്ടി സഹായം ചെയ്യാറുണ്ട്. അത് മെയിനായിട്ടുള്ളത് എൻ്റെ കമ്പനിയുടെ എനിക്ക് കൂടുതലായിട്ടും ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ആദ്യം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പൈസ തരാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ അവാർഡ് ചെല്ലും എനിക്ക് പൈസ കിട്ടാറുണ്ട്. ഗോൾഡ് കോയിനോ പൈസയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരിക്കലും പോലും പറഞ്ഞിട്ടില്ല, എനിക്ക് എൻ്റെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഓർമ്മകൾ എന്ന പുസ്തകം അക്ബർ ലിബിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. എനിക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എനിക്കൊന്നും നേരിട്ട് താങ്ക്സ് പറഞ്ഞില്ല. കാരണം അതൊരു പൊതുവേദിയിൽ വെച്ച് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് ഞാൻ ഈ അവസരത്തിൽ
ഒരുപാട് താങ്ക്സ് പറയുന്നത്. ഞാൻ അതൊരു നല്ല ഇതിൽ തന്നെയാണ് ആ പൈസ എത്തിച്ചിട്ടുള്ളത്. കുറച്ച് ഞാൻ ഫുഡ് ചെയ്യും, കാരണം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് ഞാൻ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ എവിടെ കിട്ടുന്ന വെച്ചാൽ അനാഥാലയത്തിന് പോലുള്ള സ്ഥലത്ത് കൊടുക്കണമെന്നില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡറായി നിൽക്കുന്നവർ ഭക്ഷണം കഴിക്കാണ്ട് ഈ കുറേ ദിവസത്തിൽ ക്യാൻസർ അങ്ങനെ ഈ സ്ഥലത്തിൽ നിന്നും ഒരുപാട് ചികിത്സയുടെ എക്സ്പെൻസ് വരുമ്പോൾ ചിലവർ ഫുഡ് കഴിക്കില്ല. രോഗിക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ, ബസ് സ്റ്റാൻഡുകളിൽ അവർ കഴിക്കാറില്ല. അങ്ങനെ വേണമെങ്കിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി പറ്റും, കുറിച്ചോറ് വാങ്ങിക്കാൻ വേണ്ടി. പിന്നെ എൻ്റെ പുസ്തകത്തിന് പൂർണ്ണത വരണമെങ്കിൽ എൻ്റെ സുബി കൂടി വരണം. ആ മോളെ അവൾക്ക് കാണാത്താക്ക് പരിശീലിക്കുന്ന ശീലങ്ങളോട് ക്ഷമയോടെ എൻ്റെ ഓരോ അക്ഷരം പേപ്പറിൽ കണക്ട് ചെയ്തിട്ടുള്ള കുട്ടികളാണ്. അവളാണ് എൻ്റെ പുസ്തകം. എൻ്റെ മനസ്സിൽ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ, എനിക്ക് പേപ്പറിൽ എഴുതാൻ പറ്റില്ല. ഇവളാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ കഴിയാണ്ട് എനിക്ക് അക്ഷരങ്ങൾ പേപ്പറിൽ, അല്ലെങ്കിൽ ഞാൻ ഒന്നും കഴിയാൻ അവർ അക്ഷര പേപ്പറിൽ എഴുതാൻ. ഇവളാണ് എന്നെ സങ്കടപ്പെടുത്താൻ ചേച്ചിക്കും ശോഭേച്ചിക്കും പക്ഷികൾക്കും എഴുതാൻ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നത്. ഇതുപോലൊരു അവസരം നമ്മുടെ ഷാർജ പരിപാടികളിലേക്ക് പറയുന്നത്. അതുകൊണ്ട് കാരണം വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കായി നമുക്ക് ഒരുപാട് ബന്ധുക്കളാണ്, ഫ്രണ്ട്സിനോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ എല്ലാം കിട്ടുന്നത് ഈ ഒരു പുസ്തകം ഉത്സവത്തിനാണ്. അതുകൊണ്ട് എൻ്റെ സുഖിക്ക് ശരിയുടെ പുസ്തകത്തിൽ ഒരുപാട് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത് വായിച്ചാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ഒരുപാട് മുത്തുകളുണ്ട് ഇതിൽ. അപ്പം എല്ലാവരും വായിക്കാൻ ചേച്ചിനെ അഭിപ്രായം അറിയിക്കുക. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്ത്യച്ച് അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൻ്റെ അരികിലേക്ക്. നമ്മുടെ സ്നേഹമാണ് ജീവിച്ചിരിക്കാൻ അവരെ കൊതിപ്പിക്കുന്നത്. വലിയ സന്തോഷം. പ്രീതിയോട് ക്ഷമ ചോദിക്കുന്നു. 1-2 മിനിറ്റ് പ്രീതിയുടെ എടുത്തു പോയിട്ടുണ്ട്. പക്ഷെ 10 മിനിറ്റ് ലേറ്റായിട്ടാണ് ഇങ്ങനെ എല്ലാവർക്കും സ്ലോട്ട് കിട്ടുന്നത്. വരും എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ത്യ ചേച്ചിയുടെ പേര്.